Ishan? Anjali, please come in. Yeah, sure. I like your place. Thanks. Have a seat. So, Ishan, let me just get this straight. നമ്മൾ രണ്ടുപേരും അഡൽട്സ് ആണ്. We met on Tinder and we are at your place. So, not to give you any wrong impression, I'm not here to sleep with you. Relax. Of course, that's not what I'm looking for. ഇതെൻ്റെ പേഴ്സണൽ സ്പേസാണ്. അപ്പം ഇച്ചിരി കംഫർട്ട് തോന്നിയുകൊണ്ട് ഞാൻ ആദ്യത്തെ മീറ്റപ്പ് ഇവിടെ തന്നെ ആക്കിയാലും ചോദിച്ചതാണ്. ഫൈൻ. ബാംഗ്ലൂർ സിറ്റിയാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഇൻറ്റൻഷൻസ് ഒന്നും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഐ എം ന്യൂ ഹിയർ. സോ ഐ വാസ് ജസ്റ്റ് ബീങ് ഫ്രാങ്ക്. ദാറ്റ്സ് ഇറ്റ്. വെൽ, പ്യുവർ ഇൻറ്റൻഷൻസ് ഉള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ. Oh, so the man with pure intentions. Tell me about you. I'm Ishan, 25, BA Journalism Bachelor's എടുത്ത്, and in 2 months I'll be off to UK for my Masters. ജേർണലിസം കൊള്ളാലോ. പാഷനായിരുന്നോ അതോ? സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഔട്ട് ഓഫ് ബോക്സ് ചെയ്യണമെന്ന് വെച്ചെടുത്താൽ, പക്ഷേ ഇപ്പം അത് വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. റീസെർച്ചിങ്, ഫീച്ചർ റൈറ്റിംഗ്, സ്റ്റിംഗ് ഓപ്പറേഷൻസ്. ഗ്ലാമറസ് ജോബ് അല്ലേ? അത്ര ഗ്ലാമറസ് ഒന്നുമല്ല, പക്ഷെ ഇതുകൊണ്ട് ഡെയിലി ലൈഫിൽ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. ലൈക്ക്? തന്നെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞാലോ? ഐ എം ലിസ്ണിംഗ്. യു ആർ എ റൈറ്റർ. ഹൗ ഡു യു നോ ദാറ്റ്? ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇതിൻ്റെ ഒരു പേർക്സാ. നോ, സീരിയസ്ലി. താൻ വീട്ടിലേക്ക് വരുന്ന മുമ്പേ ആദ്യം ശ്രദ്ധിച്ച ആ ബുക്ക് ഷെൽഫാ. അതെന്നിട്ടാ താൻ പറഞ്ഞ ഐ ലൈക്ക് യുവർ പ്ലേസ് എന്ന്. പിന്നെ വന്നപ്പോൾ തന്നെ യു മെയ്ഡ് യുവർ ഇൻറ്റൻഷൻസ് വെരി ക്ലിയർ. തന്നെക്കുറിച്ച് പറഞ്ഞതിന് മുന്നേ യു ആസ്ക്ഡ് അബൌട്ട് മീ, മീനിങ് ദാറ്റ് യു ടെൻഡ് ടു ടോക്ക് ലെസ് ആൻഡ് തിങ്ക് മോർ. പൊതുവേ തൻ്റെ ഏജിലുള്ള എല്ലാവരും ഒന്നെങ്കിൽ ഫോൺ കൈ വെക്കും, അല്ലെങ്കിൽ പോക്കറ്റിൽ വെക്കും. ബട്ട് തൻ്റെ കേസിൽ അങ്ങനെയല്ല. യു കീപ് ഇറ്റ് ഇൻ യുവർ ബാഗ്, വിച്ച് മീൻസ് യു പ്രിഫർ റിയാലിറ്റി മോർ ദൻ ദ ഡിജിറ്റൽ വേൾഡ്. തൻ്റെ മാനറിസംസ് നോട്ട് ചെയ്തപ്പോൾ തോന്നിയതാ. ദാറ്റ്സ് റൈറ്റ്. കൊള്ളാലോ. സോ, ന്യൂ ഗേൾ ഇൻ ദ സിറ്റി, വാട്ട് ഡു യു റൈറ്റ്? ക്രൈം നോവൽസ്. Crime novels? Tell me about it. ഞാൻ ആക്ച്വലി പാലക്കാട് നിന്നാണ്. പഠിച്ചതും വളർന്നതൊക്കെ ബോംബെയിലായിരുന്നു. കുട്ടിക്കാലത്ത് ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ പ്രധാന ഹോബി വായനയായിരുന്നു. ഷെർലക് ഹോംസ് നോവൽസൊക്കെ. ഓ, ഡിറ്റക്റ്റീവ് നോവൽസിൻ്റെ ആളാണല്ലേ. അപ്പോൾ ബാംഗ്ലൂർ എന്താ? ഐ കെയിം ഹിയർ ഫോർ എ പർപ്പസ്. ഇവിടെ ഗ്രേയോക്ക് പബ്ലിഷേഴ്സായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി. ഇഫ് ഐ എം ഫോർച്ചുനേറ്റ്, in 3 months എൻ്റെ ഫസ്റ്റ് നോവൽ പബ്ലിഷ് ആവും. Hey, that's a big deal. Congrats. Thank you. നോവലിൻ്റെ പേരെന്താ? അത് സർപ്രൈസ്. ഓക്കെ, സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. Let me know the feedback. Sure. ജേർണലിസം, റൈറ്റിംഗ്, നമ്മുടെ പ്രൊഫഷൻസിൽ എവിടേക്കോ ഒരു സിമിലർ ആസ്പെക്ട്സ് കയറി വരുന്നുണ്ടല്ലേ ഇഷാൻ? No, I was just wondering. You're like so beautiful. പിന്നെന്താ പ്രൊഫൈലിൽ ഫേസ് കാണിക്കാത്ത ഫോട്ടോസ് ഇട്ടേക്കണേ? I don't know. Maybe insecurities. For a girl like you? For a girl like me? No, seriously. I don't want people to admire me from outside. ഇപ്പം താൻ എന്തുകൊണ്ട് എൻ്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ മാച്ച് ചെയ്തേ? Similar interests? Exactly. That's what I want. I know it's weird, but I feel like I've known you for a very long time. കുറച്ച് ഡെലൂഷനാണല്ലേ? കുറച്ച്. സോ ഇഷാൻ്റെ പാരൻസ് ഒക്കെ? പപ്പ എന്തു പറ്റി? ടാബ്ലറ്റ്സ് നമ്മൾ രാവിലെ കഴിച്ചതല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്? അപ്പോഴത്തേക്കും മറന്നോ? कौन है वो? That's my friend, Anjali. Good. I like your eyes. Thank you. Wow. That's my papa. അംനീഷ്യ കുറേ കാലമായി. ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓ, ഐ എം സോറി. പോലീസിലായിരുന്നു, സർവീസിലായിരുന്നപ്പോൾ കുറേ മെഡൽസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സിൻസിയർ ആയിരുന്നല്ലോ. ദ ഗ്രേറ്റ് മനോജ് പത്മകുമാർ പിള്ളൈ. മനോജ് പത്മ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടോ?
ഞാൻ ആലോചിക്കുമായിരുന്നു താൻ എന്താ അത് ചോദിക്കാത്തതെന്ന്. ഇതാ അങ്ങനത്തെ തിരിക്കുന്ന ബുക്ക് കണ്ടോ? മനോജ് പത്മകുമാർ പിള്ളേ, ഓത്തർ ഓഫ് അൺറെസ്റ്റ്. യെസ്. എടോ താനെന്താ നേരത്തെ പറയാതിരുന്നേ? സത്യം പറഞ്ഞാൽ അത് പറയാൻ വിട്ടുപോയി. ബെസ്റ്റ് സെല്ലർ ഓഫ് 2021, ദ ട്രാജിക് ടെയിൽ ഓഫ് കാമാത്തിപുര, ലാൻഡ് ഓഫ് ഗംഗൂബായ് അല്ലേ? ഫാനാണെന്ന് തോന്നുന്നു. യു ഹാവ് നോ ഐഡിയ. എടോ ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, സോ റോ ആൻഡ് നാച്ചുറൽ. എന്താ പറയുക, ഇതിലെ മെയിൻ ക്യാരക്ടർ ഉണ്ടല്ലോ ഗബ്രിയല, വി കാൺ ജസ്റ്റ് ഹെൽപ്പ് ഇറ്റ് ബട്ട് ഫീൽ സോ എംപത്തറ്റിക് ഫോർ ഹെർ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോവും. അഞ്ജലി, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം മൈറ്റ് ബി എ ബിറ്റ് ഓഫ് ഷോക്ക് ടു യു. എന്താ? താൻ ആ ബുക്ക് വെച്ച ഗബ്രിയല ഈ വീട്ടിൽ താമസിച്ചിരുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞാലോ? ആർ യു ട്രൈങ് ടു സ്കെയർ മീ ഓർ എനിത്തിങ്? അല്ലടോ, ദ ബുക്ക് ഈസ് ബേസ്ഡ് ഓൺ റിയൽ പേഴ്സൺ. ഒരു വലിയ കഥയാ. ചിലപ്പം തനിക്കടുത്ത ക്രൈം നോവലിനുള്ള സ്കോപ്പ് ഉണ്ടാവും. ഹൂ ഇസ് ഷീ? വാട്ട് ഹാപ്പൻ ടു ഹർ? അതാണ് ഗബ്രിയല. കുറേ കാലം മുമ്പ് പപ്പ സർവീസിലായിരുന്ന സമയത്ത്, ഒരു 10 വർഷം മുമ്പിലായിരുന്നു, അപ്പോൾ ഉണ്ടായിരുന്നൊരു ബ്രോത്തൽ റെയ്ഡിൻ്റെ ഇടയ്ക്കാണ് പപ്പ ആദ്യമായിട്ട് ഗബ്രിയലിനെ കാണുന്നത്. ഒരു സെക്സ് വർക്കർ, അത് ഒരേ നാട്ടുകാരി. പപ്പയ്ക്ക് തോന്നിയ സിമ്പതിയാണോന്നറിയില്ല, ബട്ട് ഹി റെസ്ക്യൂഡ് ഹെർ ഫ്രം ദ. പിന്നെ ഇവിടെ വന്ന് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് എടുത്ത് ഇവിടെ താമസിപ്പിച്ചു. ആ സമയത്ത് ഞാനും അമ്മയും നാട്ടിലായിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അമ്മ ഞങ്ങളിട്ടിട്ട് പോയി. പിന്നെ ഒരു 20 വയസ്സ് വരെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് എന്നെ വളർത്തിയ. അത് കഴിഞ്ഞ് അച്ഛനെവിടാന്ന് ഞാനും അന്വേഷിച്ചിട്ടില്ല, ഞാനെവിടാന്ന് അച്ഛനും അന്വേഷിച്ചിട്ടില്ല. എനിക്കേതാണ്ട് ഒരു 18 വയസ്സുള്ളപ്പോഴാണ് പപ്പയ്ക്ക് ഫസ്റ്റ് സൈൻസ് ഓഫ് ആംനീഷ്യ വന്ന് തുടങ്ങി. പിന്നെ ഒരു 2 വർഷം ട്രീറ്റ്മെൻ്റെ ഭാഗമായി US-ലായിരുന്നു. ഗബ്രിയൽ ഇവിടെ ഫ്ലാറ്റിലൊറ്റയ്ക്കും. ആളും അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അയൽക്കാരുടെ പരാതിയിലാണ് പോലീസ് ഒന്ന് അന്വേഷിച്ചത്. ആൻഡ് വാട്ട് ദേ ഫൗണ്ട് വാസ് ഹൊറിഫിക്. ഷി വാസ് ഹാങ്ഡ്. സൂസൈഡ് ആയിരുന്നോ? അങ്ങനെയാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ. പക്ഷേ സൂസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു റീസൺസും അവർക്കുണ്ടായിരുന്നില്ല. പപ്പ US പോയപ്പോഴും മാസാമാസമുള്ള ചിലവിനുള്ള പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഗബ്രിയൽ മരിച്ചതിന് ശേഷം പപ്പ നിർബന്ധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ ഒരു ദിവസം ഞാൻ പപ്പയുടെ വർക്ക് ഫയൽസ് നോക്കുമ്പോൾ ഒരു റഫ് ഡ്രാഫ്റ്റ് കണ്ടു. അത് വായിച്ച് നോക്കിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ അതങ്ങ് പബ്ലിഷാക്കി. ബട്ട് വൈ ഡിഡ് ഷീ? ഒരു ജേർണലിസ്റ്റിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണോ അതോ അച്ഛനോടുള്ള ബാധ്യതയാണോ എന്നറിയില്ല. ബട്ട് ഐ ട്രൈ ടു ഫൈൻഡ് ദ ട്രൂത്ത്. എന്നിട്ട്? ഷീ വാസ് റേപ്ഡ്. റേപ്ഡ്? കുറച്ച് ടൈം എടുത്തു, ബട്ട് ഐ ഫൗണ്ട് ദ കൾപ്രിറ്റ്സ്. അർജുൻ, ഇമാദ്, സുജയ്, 3 ബാച്ചിലേഴ്സ്, ബാംഗ്ലൂർ ബിടെക്കിന് പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഒരു ഓപ്പോസിറ്റ് ഫ്ലാറ്റിലാണ് താമസിച്ചത്. അർജുൻ ആൻഡ് ഇമാദ് രണ്ടുപേരും മലയാളീസ്, ആൻഡ് സുജയ് ഫ്രം ബാംഗ്ലൂർ ഇറ്റ്സെൽഫ്. തനിക്കറിയാൻ വഴിയുണ്ട്, സുജയ് പാട്ടിൽ. സുജയ് പാട്ടീൽ, സൺ ഓഫ് മനോഹർ പാട്ടീൽ. CEO ഓഫ് മനോഹർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അവർ വെക്കേറ്റ് ചെയ്തപ്പോൾ അവരുടെ റൂം ഞാൻ ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു. ഐ ഫൗണ്ട് ട്രേസസ് ഓഫ് കൊക്കെയിൻ. പിന്നെ ഗബ്രിയലിൻ്റെ ഒരു റിങ്ങും കിട്ടിയായിരുന്നു അവിടെ നിന്ന്. പോലീസ് ഒന്നും ചെയ്തില്ലേ? വെൽ നോൺ ബിസിനസ്മാൻ്റെ മകൻ ഇൻവോൾവ് ആയിട്ടുള്ളൊരു കേസ്. ആ ബ്ലാക്ക് മാർക്ക് ഊരിപ്പോവാൻ അവർക്ക് അത്രയ്ക്ക് കഷ്ടപ്പാടൊന്നും വേണ്ടി വന്നില്ല. പോലീസ് അതൊരു സൂസൈഡ് കേസാക്കി ഒതുക്കി. പിന്നെ മുംബൈയിൽ ഗബ്രിയൽ ഉണ്ടായിരുന്ന ബ്രോത്തൽ, അതിൻ്റെ ഓണറൊരു ഫേക്ക് ആധാർ കാർഡ് റാക്കറ്റ് കേസിൽ അകത്തായി. അന്വേഷിച്ച് വന്നപ്പോൾ എന്താ, ഓൾ ദി ആധാർ കാർഡ്സ് വർ ഫേക്ക്. അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി പോലും ഇല്ലായിരുന്നു. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് ഓഫ് നോ യൂസ്. ഒരു സെക്സ് വർക്കർ അല്ലേ, അവരുടെ മേർഡർ കേസ് അന്വേഷിച്ച് വരാൻ ആരും തയ്യാറല്ലായിരുന്നു. ബട്ട് ഹൗ ക്യാൻ ദേ ജസ്റ്റ് ഗെറ്റ് അവേ വിത്ത് ഇറ്റ്? എൻ്റെ കയ്യിലുള്ള ഫൈൻഡിങ്സ് എല്ലാം വെച്ച് ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അവരെ പോലുള്ള ബിഗ് ഷോസിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് കാലമൊന്നും ഉണ്ടാവില്ലടോ. സത്യത്തെ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മൂടി വെക്കുക. ജസ്റ്റിസ് വിൽ ബി സെർവ്ഡ്.
ഗബ്രിയേല പിന്നെ എപ്പോഴേലും മുംബൈയിലേക്ക് പോയിരുന്നോ? എൻ്റെ അറിവിലൊരു 2-3 പ്രാവശ്യം തിരിച്ചു പോയിട്ടുണ്ട്. there was something mysterious about her character. Like she was constantly searching for something. But I guess we'll never know. എന്ത് പറ്റിയോ? കഥ പറഞ്ഞാൽ എൻ്റെ മൂഡ് ഞാൻ കളഞ്ഞോ? ഡേറ്റ് അന്ന് മറക്കല്ലേ? I was just thinking, it's so tragic അല്ലേ? അത് വിട്, നമ്മുടെ കയ്യിലെല്ലാം ഒന്നും. Yeah. Solve fate. ഇഷാൻ, ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് വിഷമാവോ? ചോദിച്ചു. തനിക്ക് എപ്പോഴും തൻ്റെ അമ്മയെ മിസ് ചെയ്യാറുണ്ടോ? To be honest, yeah. ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ ഇറങ്ങി വരുമ്പോൾ ബാക്കിൽ നിന്നൊരു വിളി വരും, സൂക്ഷിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്കങ്ങനെ വിളിക്കാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു സങ്കടം. ഞാനെവിടാന്ന് അവർക്കും അറിയില്ല, അവരാണെന്ന് എനിക്കും അറിയില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ വിളിക്കാത്തെ? താൻ നല്ല ഉറക്കായിരുന്നു, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഓ, സോ ഹൗ വാസ് ഇറ്റ്? നോട്ട് ബാഡ്. It was nice meeting you, Ishan. Call me later. Sure, bye. Papa? ത്രോട്ടെന്ന് ഉറങ്ങി എണീറ്റോ? Did you like her, beta? Papa, she's just a friend. तू मुझसे झूठ मत बोलो. I know that you like her. Lying is a very bad habit. Don't be ashamed of it. Embrace it. Lying is a very bad habit. Don't be ashamed of it. Embrace it. എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള നാടല്ലേ നമ്മുടെ. ഇവിടെ മാത്രമല്ല കേട്ടോ, അങ്ങ് മുംബൈയിലും അങ്ങനെ തന്നെയാണ്. അവിടെ സെക്സ് വർക്കേഴ്സിന് കുട്ടികളുണ്ടായാൽ അവർക്ക് അവരെ കീപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. ദേ വർ സെൻറ്റ് ടു ഓർഫനേജസ്. പഠിച്ചതും വളർന്നതൊക്കെ ബോംബെയിലായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അമ്മയ്ക്കും പറ്റുമായിരുന്നില്ല. ഇഷാൻ പറഞ്ഞ പോലെ ഷീ വാസ് ഓൾസോ കോൺസ്റ്റൻ്റ്ലി സെർച്ചിങ് ഫോർ മീ. She was constantly searching for something. പക്ഷേ വിധി എൻ്റെ അമ്മയെ എനിക്ക് മുമ്പിൽ എത്തിച്ചപ്പോഴേക്കും ഇറ്റ് വാസ് ടു ലേറ്റ്. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയണമായിരുന്നു. ആൻഡ് ഇഷാൻ വാസ് ഹെൽപ്ഫുൾ. ഒരു സെക്സ് വർക്കർ ആയതുകൊണ്ട് മാത്രം അവർക്ക് കിട്ടാതെ പോയ നീതി അതിന് ആര് വിചാരിച്ചാലും കിട്ടില്ല. ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു അഡ്മയർ മീ ഫ്രം ഔട്ട്സൈഡ്. പക്ഷെ ഇഷാൻ പറഞ്ഞില്ലേ, ഒരു ഫേറ്റ്. ഇത് ചെയ്തവന്മാരുടെ ഫേറ്റിനി എൻ്റെ കയ്യിലാണ്. ജസ്റ്റിസ് വിൽ ബി സെർവ്ഡ്. Justice will be served. ഒരു ചെറിയ തിരുത്തുകൂടി. അഞ്ജലിയല്ല, സിമ്രാൻ, I like your eyes. ഡോട്ടർ ഓഫ് ഗബ്രിയേല. തനിക്ക് എപ്പോഴും തൻ്റെ അമ്മയെ മിസ് ചെയ്യാറുണ്ടോ?
സമയത്ത് ഞാനും അമ്മയും നാട്ടിലായിരുന്നു. ഗബ്രിയുടെ ഒരു റിങ്ങും കിട്ടിയായിരുന്നു അവിടെ നിന്ന്. I feel like I've known you for a very long time.